നമുക്ക് കൊല്ലത്തേക്ക് പോയാൽ അവിടെ കശുവണ്ടി ഇറക്കുമതിയിൽ ഗുരുതര ക്രമക്കേടെന്നൊരു പരാതി ഉയരുന്നു. ഘാനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തോട്ടണ്ടി സംസ്കരിച്ചപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ പരിപ്പാണ് ലഭിക്കുന്നതെന്നാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളമാണ് തോട്ടണ്ടി അഴിമതിയിൽ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ഘാനയുടെ തോട്ടണ്ടിയുടെ ടെൻഡറിനകത്ത് പറയുന്നത് ഏറ്റവും മിനിമം 50 LBS, അതായത് 23 കിലോ എങ്കിലും നമുക്ക് ശരാശരി 80 കിലോയുടെ ബാഗിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടണം. ഏകദേശം 23 കിലോ കിട്ടേണ്ടതാണ് നമുക്ക് ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ്റെയും കാപ്പെക്സിൻ്റെയും 30ഉം 10ഉമായിട്ടുള്ള 40 ഫാക്ടറികളിലുമായി ഘാനയിൽ നിന്ന് കൊണ്ടുവന്ന തോട്ടണ്ടിയിൽ നിന്ന് ഏകദേശം 15 മുതൽ 16 കിലോ വരെ മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഗുണനിലവാരമില്ലാത്ത തോട്ടണ്ടിയാണ് ഘാനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന തെളിവുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അതിനുശേഷം നമ്മൾ വിജിലൻസ് ഡയറക്ടർക്കും ഹോം സെക്രട്ടറിക്കും പരാതി നൽകി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിലും കോടതിയുടെ മുമ്പിലും ഇതേപോലുള്ള കൃത്യമായ ഇതിൻ്റെ തെളിവുകൾ നമ്മൾ കോടതിയുടെ മുമ്പിലും ഹാജരാക്കുന്നതാണ്. ദിലീപ് ദേവശ്രീയാണ് ചേരുന്നത്. ദിലീപ്, എന്ത് തെളിവുകളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്? വിനീത, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ആ ഫാക്ടറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ തന്നെയാണ്. നേരത്തെ തന്നെ ഇവർക്ക് വിവരാവകാശ പ്രകാരം തന്നെ 53,000 ടൺ ഈ കാഷ്യൂ ഇറക്കിയതിൽ തന്നെ വലിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് വിജിലൻസിലടക്കം വിഷ്ണു സുനിൽ പന്തളം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പീലിംഗ് ചെയ്തപ്പോൾ, അതായത് 80 കിലോ ഉള്ള ഒരു ചാക്ക് കാഷ്യൂ പീലിംഗ് ചെയ്തപ്പോൾ കിട്ടുന്നത് വെറും 5 കിലോ ഗുണനിലവാരമുള്ള കാഷ്യൂകൾ മാത്രമാണ്. അതായത് മുഴുത്ത കാഷ്യൂകൾ, വെള്ള കളറുള്ള മുഴുത്ത കാഷ്യൂ, നമുക്ക് കടയിൽ പോയ 2000 രൂപയടക്കം വില വരുന്ന കാഷ്യൂ കിട്ടുന്നത് വെറും 5 കിലോ മാത്രമാണ്. അത് സാധാരണ ഈ ടെൻഡർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഘാനയിൽ നിന്ന് വാങ്ങുന്ന കാഷ്യൂയിൽ നിന്ന് മിനിമം 10 കിലോ എങ്കിലും കിട്ടുമെന്നും, മാത്രമല്ല 80 കിലോ ഒരു അത് പ്രോസസ്സിങ് കഴിഞ്ഞാൽ മിനിമം 21 കിലോ എങ്കിലും അത് പൊട്ടിയ കാഷ്യൂ അടക്കമുള്ളത് ലഭിക്കുമെന്നാണ്. കാരണം 10 കിലോ മുഴുത്ത കാഷ്യൂയും അല്ലാതെ പൊട്ടിയതടക്കം മൊത്തം 21 കിലോ ലഭിക്കുമെന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നതാകട്ടെ 10 കിലോ മാത്രമാണ് ലഭിക്കുന്നത്. ഗുണനിലവാരമുള്ളതാകട്ടെ 5 കിലോ. ഇതിൽ വലിയ അഴിമതിയാണ് നടന്നതെന്നും ഇതിൽ സർക്കാരിന് വലിയ നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വിഷ്ണു സുനിൽ പന്തളം വിജിലൻസിന് പരാതി നൽകി. ഇതിന്റെ ഭാഗമായിട്ട് കോടതിയിലൊക്കെ അടക്കം വിജിലൻസ് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് നമുക്കറിയണം. കോടതിയെ സമീപിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.